ഇതായിരുന്നല്ലേ അന്ന് കെ ഗണേഷ് കുമാർ ഒരുപാട് ബസ്സുകൾ വാങ്ങിക്കൂട്ടിയത്. അപ്പൊ നമ്മൾ എന്താ വിചാരിച്ച KSRTC വൻ മാറ്റങ്ങൾ, ഗണേഷ് കുമാറിന് പണി അറിയാമെന്നൊക്കെ. അതെ, പണി അറിയാം, പക്ഷേ അഴിമതിയുടെ പണിയാണെന്ന് മാത്രം. അതായത് മൂക്കത്ത് വിരൽ വെക്കുന്ന തരത്തിലുള്ള വമ്പൻ തട്ടിപ്പുകളാണ് പർച്ചേസിന്റെ മറവിൽ നടന്നിരിക്കുന്നത്. KSRTC ബസ്സുകൾ വാങ്ങിയതിൽ കോടികളുടെ വമ്പൻ ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടാറ്റയുടെ 181 ബസ്സുകൾ വാങ്ങിയതിലെ ഔദ്യോഗിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഈ വിവരങ്ങളും പൊരുത്തക്കേടുകളും പുറത്തു വന്നിരിക്കുന്നത്. ഒരേ ദിവസം ഒരേ ഡീലറിൽ നിന്ന് ഒരേ മോഡലിലുള്ള ബസ്സുകൾ KSRTC വാങ്ങിയത് പല വിലക്കാണ്. 2025 നവംബർ 21 തീയതി KSRTC 29,82,015 രൂപയ്ക്ക് 8 ബസ്സുകൾ വാങ്ങിയിരുന്നു. എന്നാൽ ഇതേ ദിവസം തന്നെ ഇതേ മോഡലുള്ള മറ്റ് 5 ബസ്സുകൾ 27,74,593 രൂപയ്ക്കാണ് വാങ്ങിയത്. ഒരേ ദിവസം ഒരേ സാധനത്തിന് 2 വില ഈടാക്കി ഉയർന്ന വിലയ്ക്ക് ബസ്സുകൾ വാങ്ങിയതിലൂടെ മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടാണ് പ്രാഥമികമായി നടന്നിരിക്കുന്നത്. മോഡലും ഡീലറും ഒന്നായിട്ടും വിലയിൽ മാത്രം 2 തരം കള്ളക്കളികൾ കാണിച്ചതിന് പിന്നിൽ ഗതാഗത വകുപ്പിലെ ഉന്നതരുടെ പങ്കാളിത്തം വ്യക്തമാണ്. ഈ കണക്കുകളിലെ തട്ടിപ്പുകൾ നവംബർ മാസത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. 2025 നവംബറിലും ഡിസംബറിലും 2026 ഫെബ്രുവരി വരെയും ഇതേ രീതിയിലുള്ള വിചിത്രമായ പർച്ചേസ് തട്ടിപ്പുകൾ നിരന്തരം ആവർത്തിച്ചിട്ടുണ്ട്. ചില ബസ്സുകൾ വില കുറച്ച് കാണിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ ഭൂരിഭാഗം വരുന്ന മറ്റു ബസ്സുകളും 2-3 ലക്ഷം രൂപ അധികം നൽകിയാണ് KSRTC വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഡിസംബർ 13 ഒരേ മോഡൽ ബസ്സുകൾ ഒരിടത്ത് 27 ലക്ഷത്തിനും മറ്റൊരിടത്ത് 30 ലക്ഷത്തിനും വാങ്ങിയതായി രേഖകൾ വ്യക്തമാക്കുന്നു. KSRTC ബസ്സുകളുടെ പർച്ചേസിൽ വലിയ തോതിൽ അഴിമതി നടക്കുന്നുണ്ടെന്ന പരാതികൾ മുൻപ് പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നെങ്കിലും അന്നത്തെ സർക്കാർ അതൊക്കെ മനഃപൂർവ്വം മൂടിവെക്കുകയാണ് ഉണ്ടായത്. ഒരേ കമ്പനിയുടെ ഒരേ മോഡൽ ബസ്സുകൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ ഉയർന്ന നിരക്കുകളിൽ വാങ്ങിയതിലൂടെ മാത്രം ഏകദേശം 4 കോടി രൂപയ്ക്ക് മുകളിലാണ് KSRTCക്ക് നഷ്ടം വന്നിരിക്കുന്നത്. സാധാരണയായി ഈ മോഡൽ ബസ്സുകൾക്ക് ഓൺലൈനിൽ കാണിക്കുന്ന വിപണി വില 29 ലക്ഷം രൂപ മാത്രമാണ്. KSRTC പോലെ വലിയ തോതിൽ ഓർഡറുകൾ നൽകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് വിപണി വിലയേക്കാൾ വലിയ തോതിൽ ഇളവുകൾ ലഭിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ ഇളവുകൾ ലഭിക്കുന്നതിന് പകരം വിപണി വിലയേക്കാൾ ലക്ഷങ്ങളധികം നൽകി ബസ്സുകൾ വാങ്ങിയതിന് പിന്നിൽ വലിയ ദുരൂഹതകളുണ്ട്. ഈ തുക മുഴുവൻ ആരുടെയൊക്കെ കീശയിലേക്കാണ് പോയതെന്ന കാര്യത്തിൽ കൃത്യമായ ഉന്നതതല അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. KSRTCയിൽ നിലവിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രകൾക്ക് തുടക്കം കുറിക്കുമ്പോൾ പ്രതിമാസം വലിയ തുകയാണ് സർക്കാരിന് അധിക ബാധ്യതയായി വരുന്നത്. പ്രതിസന്ധിയിലായ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ഇത്തരം ജനക്ഷേമ പദ്ധതികളിലൂടെ മുന്നോട്ട് നയിക്കണമെങ്കിൽ KSRTCയിലെ അഴിമതിയും പണം ചോരുന്ന വഴികളും പൂർണ്ണമായും അടയ്ക്കേണ്ടതുണ്ട്. ഇത്തരം വൻകിട പർച്ചേസ് തട്ടിപ്പുകളിലൂടെ പണം മുഴുവൻ പുറത്തേക്ക് ചോർന്നാൽ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലുമാകാതെ KSRTC എക്കാലത്തും വലിയ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമായിരിക്കും ബാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ മുൻ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ കാലയളവിൽ നടന്ന ഈ ബസ് പർച്ചേസിനെ കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്.